ഞാൻ മീര മനോജ്. ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു. ഞാനൊരു 3 വർഷമായിട്ട് പ്രൊഫഷണൽ കേക്ക് ഡിസൈനറാണ്. ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം എനിക്ക് കുക്കിങ്ങിനോടും ബേക്കിങ്ങിനോടും ഒക്കെയുള്ള ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് തന്നെയാണ്. ഞാനിത് പ്രൊഫഷണലായിട്ട് കേക്ക് ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിസൈനർ കേക്കുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ. ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം എനിക്ക് ബേക്കിങ്ങിനോടുള്ള ഒരു സ്പെഷ്യൽ താല്പര്യം കൊണ്ട് തന്നെയാണ്. കേക്കുകൾ എന്നും എല്ലാവർക്കും ഒരു അട്രാക്ഷൻ ഉള്ള സംഭവമാണല്ലോ. അപ്പം ഞാൻ കല്യാണത്തിന് ശേഷമാണ് ബേക്കിംഗ് ശരിക്കും പഠിച്ചു തുടങ്ങിയത്. പിന്നെ കുട്ടികളൊക്കെ ആയി അവർക്ക് സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ധാരാളം സമയം, ഇഷ്ടംപോലെ ഫ്രീ ടൈം ഉണ്ടായി. അപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കുറേ കൂട്ടുകാർ അവർ പലരും ബേക്കിംഗ് പഠിച്ചു. അപ്പോൾ അവരുണ്ടാക്കുന്ന കേക്കുകളും ഒക്കെ നല്ല ഡിസൈനർ കേക്ക്സൊക്കെ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് അവർ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിന് ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു സപ്പോർട്ട് അവർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ റിലേറ്റീവ്സിനും പലർക്കും അറിയാം എനിക്ക് കുക്കിങ്ങിനോടുള്ള ഒരു താല്പര്യം, എസ്പെഷ്യലി ബേക്കിങ്ങിനോടുള്ള താല്പര്യം. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, മീര നീ ഉണ്ടാക്കുന്ന ഡിഷസും അതുപോലെ കേക്കുകളും, എന്നൊക്കെ ഞാൻ സിമ്പിൾ കേക്ക്സാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നീ എന്തുകൊണ്ട് ഇങ്ങനത്തെ പിക്ചേഴ്സൊക്കെ ഒന്ന് എടുത്തിട്ട് സോഷ്യൽ മീഡിയ വഴി നല്ലൊരു പബ്ലിസിറ്റി നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഡിഷസിൻ്റെയും അതുപോലെ ഉണ്ടാക്കുന്ന കേക്കുകളുടെയൊക്കെ ഫോട്ടോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടാൻ തുടങ്ങി, ഫേസ്ബുക്കിൽ. അപ്പോൾ അത് കാണുന്നവർക്കൊക്കെ നല്ലൊരു ഇംപ്രഷനായി. അവരെല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട്, നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടി. അങ്ങനെ നല്ല ലെവലിലേക്ക് എനിക്ക് സോഷ്യൽ മീഡിയനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം എൻ്റെ അതിൻ്റെ ഒരു റീച്ച് നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത ഇതാണ്. കാരണം ഒരുപാട് പേരത് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ആളുകൾ ചോദിച്ചു തുടങ്ങി, ഇങ്ങനെയൊരു കേക്ക് ഞങ്ങൾക്ക് ചെയ്തു തരാമോ, ഞങ്ങളുടെ ബർത്ത്ഡേ വരുന്നു അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫംഗ്ഷൻ വരുമ്പോൾ ആളുകൾ നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ അതിൽ കൊടുത്തതുകൊണ്ട് ഒരുപാട് പേര് നമ്മളെ അപ്രോച്ച് ചെയ്തു തുടങ്ങി. ഇങ്ങനെ കേക്ക് ചെയ്തു തരാമോ, കുറച്ചും കൂടെ നല്ലൊരു കേക്ക് ചെയ്തു തരാൻ പറ്റുമോ. പിന്നെ ചിലർ ഡിസൈൻ അയച്ചു തന്നു തുടങ്ങി, ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ഞാനതിൽ കുറച്ചും കൂടെ ബേസിക് കോഴ്സ് പഠിച്ചതിന് ശേഷം ഹയർ കോഴ്സുകൾ പഠിച്ചു. കേക്ക് പ്രൊഫഷണലായിട്ട് തന്നെ ഡിസൈനർ കേക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചു. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെ അങ്ങനെ എനിക്ക് ധാരാളം ഓർഡേഴ്സ് കിട്ടി തുടങ്ങി. അതിനുശേഷം അപ്പോഴാണ് ഞാൻ മീരാസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിനെ പറ്റി ആലോചിക്കുന്നത് തന്നെ. അങ്ങനെ മീരാസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു പേജ് തുടങ്ങി. അപ്പോൾ അതിലേക്ക് എല്ലാ പിക്ചേഴ്സും പോസ്റ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഇപ്പം ഏതായാലും ദൈവാനുഗ്രഹത്താൽ അതിനൊരു 10,000-ഓളം സപ്പോർട്ടായിട്ട് ആൾക്കാർ അതിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കിപ്പം നല്ല ഓർഡേഴ്സ് ധാരാളമായി കിട്ടുന്നുണ്ട്. 3 വർഷമായിട്ട് ഞാൻ ഈ രംഗത്ത് നല്ല സജീവമായിട്ട് നിൽക്കുന്നു. നമ്മൾ കൂടുതലും ചെയ്യുന്നത് സീസണൽ കേക്ക്സ് ആണ്. അതായത് ക്രിസ്മസ് കേക്ക്സ് ഒക്കെ ധാരാളമായിട്ട് നമുക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ എല്ലാ ഒക്കേഷൻസിനുമുള്ള കേക്ക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ബർത്ത്ഡേ, അതുപോലെ വെഡിങ് ആനിവേഴ്സറി, പിന്നെ ബാപ്റ്റിസം, പിന്നെ സ്പെഷ്യലായിട്ട് എന്ത് ഒക്കേഷൻ, ഇപ്പോൾ കോർപ്പറേറ്റ് ഓർഡേഴ്സ് ചിലത് വരാറുണ്ട്, ഓരോ ആനിവേഴ്സറികൾ, അതുപോലെ ഓരോ ചെറിയ സെലിബ്രേഷൻസ് ആയാലും വലുതായാലും പലരും നമ്മളെ വിളിച്ചു പറയും. ഇങ്ങനെ ചിലർ ഡിസൈൻ തരും, ചിലർ പറയും മാം തന്നെ ചെയ്തോളൂ, ഇഷ്ടമുള്ളൊരു നല്ല ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഓൺലൈൻ ഓർഡേഴ്സ് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും വഴി നല്ലൊരു മൗത്ത് പബ്ലിസിറ്റിയും എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ ഹോം ബേക്കിംഗ് ആയിട്ട് തുടങ്ങുന്നതിന് ഇതിന് അത്ര വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല. സാധാരണ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് നല്ല ക്വാളിറ്റി സാധനങ്ങൾ തിരഞ്ഞെടുക്കുക, അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം ഇപ്പോൾ നമുക്ക് പേസ്ട്രി ഷോപ്സിലും അതുപോലെ റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ കിട്ടുന്നത് ചിലപ്പോൾ പാക്കറ്റഡ് പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ എപ്പോഴും ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോം ബേക്കിങ്ങിൽ അതല്ല ചെയ്യുന്നത്. എല്ലാം നമ്മൾ തന്നെ പോയി ഹാൻഡ് പിക്ക് ചെയ്ത് ഏറ്റവും നല്ല ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ചെറിയ കാലയളവിൽ കൊണ്ട് തന്നെ ഇതിൻ്റെ നല്ല റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രത്തോളം നല്ലൊരു വരുമാനമുള്ള ഒരു മാർഗ്ഗമാണിത്. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ചെയ്യുമ്പം എപ്പോഴും ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. പിന്നെ അത്രത്തോളം വലിയൊരു മുതൽ മുടക്കമുള്ള ഒരു സംരംഭമല്ല ഇത്. നമുക്ക് സാധാരണ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ അതേസമയം
ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്ലറിഷ് ചെയ്ത് എത്തിക്കാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ നമുക്ക് വലിയ പരസ്യത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ തന്നെ ഒരു ഒക്കേഷനിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ തന്നെ നമുക്കിതിൻ്റെ ഒരു നല്ല പബ്ലിസിറ്റി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഏത് ബിസിനസ് തുടങ്ങിയാലും നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ്. അതില്ലാതെ നമുക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം എൻ്റെ ഫാമിലി ഇതിന് ഫുൾ സപ്പോർട്ടാണ്. കാരണം ഞാൻ വെറുതെ വീട്ടിലിരുന്ന് നമ്മുടെ ടൈം കളയുന്നതിനേക്കാളും എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്കൊരു ചെറിയ പോക്കറ്റ് മണി ആവും, നല്ലൊരു ഇൻകം തന്നെയാണല്ലോ അത്. എൻ്റെ ഹസ്ബൻഡ് മനോജ് ആണ് എനിക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് കേക്കിൻ്റെ കാര്യത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് എനിക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ എൻ്റെ കുട്ടികൾ 3 പേരുണ്ട്, 3 ബോയ്സാണ്. 3 പേരും എനിക്ക് പറഞ്ഞ പോലെ അവർ നന്നായിട്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്, കേക്ക് മാത്രമല്ല പല ഡിഷസും എനിക്ക് ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം അതുകൊണ്ട് തന്നെയാണ്. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. നമുക്കത് കൂടുതൽ വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. പിന്നെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും അതെ, അതുപോലെ റിലേറ്റീവ്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഡിസൈനർ കേക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ നല്ലൊരു ഓവൻ എപ്പോഴും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ബേക്കിംഗ് ടൈം എല്ലാം അതെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താലേ നല്ലൊരു കേക്കായിട്ട് നമുക്കത് പുറത്ത് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട്, അതിനുള്ള മോൾഡുകൾ വരുന്നുണ്ട്, പലതരം ഐറ്റങ്ങൾ പുതിയതായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഫോണ്ടൻറ്റ് ഐസിങ്, അതുപോലെ ബട്ടർ ഐസിങ് ചെയ്യുന്നുണ്ട്, പിന്നെ വിപ്പിംഗ് ക്രീം ഉണ്ട്, ചോക്ലേറ്റ് ഐസിങ്, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഐസിങ്സ് ഉണ്ട് ഇപ്പോൾ ഇന്ന്. അപ്പോൾ നമുക്ക് ഒരു സാധാരണ കേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് പുറത്തെടുത്ത് കഴിയുമ്പം അതിനൊരു ഫിനിഷ് ഉണ്ടാവില്ല, ഒരു സാധാരണ കേക്കായിരിക്കും. അപ്പോൾ നമ്മളതിനെ ഭംഗിയാക്കി, എത്രയും ഭംഗിയാക്കി വേണം നമ്മളത് ഒരു കസ്റ്റമർക്ക് പ്രസൻറ്റ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഐസിങ് ചെയ്ത് കുറച്ചുകൂടി മനോഹരമാക്കുന്നത്. അപ്പോൾ ഒരു കേക്ക് നമ്മൾ സാധാരണ ഒരു കേക്ക് ബേക്ക് ചെയ്ത് പുറത്തെടുത്ത് അതിനെ എങ്ങനെ നമുക്ക് നല്ല സുന്ദരമായ ഒരു കേക്കാക്കി ഒരു കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കാമെന്നതിന് അതിന് നമുക്കൊരു കേക്ക് ഞാനിന്നിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു കേക്കാണ് ഇത്, റെഡ് വെൽവെറ്റ് ആണ്. അത് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണത്. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു 1 kg കേക്കാണ്. ഒരു 3/4 കിലോയുടെ ഒരു കേക്കും 1/4 കിലോയുടെ വേറൊരു കേക്കും. അത് നമുക്ക് ബട്ടർ ഐസിങ് ഉപയോഗിച്ച് എങ്ങനെ ഭംഗിയാക്കാം, ഐസിങ് ചെയ്ത് എങ്ങനെ മനോഹരമാക്കാമെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഇവിടെ ഇപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന ബട്ടർ ഐസിങ് ആണ്. ബട്ടർ ഐസിങ് എന്ന് പറയുമ്പോൾ ഇത് ഐസിങ് ഷുഗറും അതുപോലെ ബട്ടറും ആവശ്യത്തിന് വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കേക്കിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു ഐസിങ് സ്പാറ്റുല വെച്ചിട്ട് ഈ കേക്കിനെ കോട്ട് ചെയ്തെടുക്കാം. കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അധികം ബട്ടർ ഐസിങ് ഉപയോഗിക്കുന്നില്ല. ഒരു തിന്നായിട്ടുള്ളൊരു കോട്ടിങ് മതി ഇത്. കാരണം നമ്മൾ ഇനി വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് ബട്ടർ ഐസിങ് വെച്ച് തന്നെ പൈപ്പിംഗ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഡിസൈൻ നമുക്ക് ചെയ്യാം ഇതിൽ. അപ്പോൾ ആവശ്യത്തിന് ഒരു ചെറിയ തിൻ കോട്ടിങ് മാത്രമേ നമുക്കിതിന് ആവശ്യം വരുന്നുള്ളൂ. കേക്ക് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും തലേദിവസം തന്നെ കേക്ക് ബേക്ക് ചെയ്ത് വെക്കുകയാണ് നല്ലത്. കാരണം നന്നായിട്ട് കേക്ക് തണുത്തത് അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയതിന് ശേഷമാണ് എപ്പോഴും നമ്മൾ ഐസിങ് ചെയ്യാനായിട്ട് നല്ലത്. കാരണം ചൂടോടെ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കി പെട്ടെന്ന് ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. തന്നെയല്ല ബട്ടർ ഐസിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഏത് ഐസിങ് ആണെങ്കിലും അത് വീണ്ടും മെൽറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ കേക്ക് എപ്പോഴും ബേക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബട്ടർ ഐസിങ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതുപോലെ പൗഡേർഡ് ഷുഗറിലല്ല നമ്മൾ ബട്ടർ ഐസിങ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഐസിങ് ഷുഗർ എന്ന് പറഞ്ഞിട്ട് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അതും ബട്ടറും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ എപ്പോഴും ബട്ടർ ഐസിങ് ഉണ്ടാക്കാൻ. ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ബട്ടർ അങ്ങനെ തന്നെ എടുത്ത് വെളിയിലേക്ക് എടുത്ത് ബട്ടർ ഐസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ തന്നെ ബട്ടർ എടുത്ത് വെളിയിൽ വെച്ചിട്ട് അത് റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ബട്ടർ ഐസിങ് ഉണ്ടാക്കാൻ. ഇപ്പം നമ്മൾ വളരെ ഒരു തിന്നായിട്ടുള്ളൊരു കോട്ടിംഗ് ആണ് ഈ കേക്കിന് കൊടുക്കുന്നത്.
ഐസിങ് ചെയ്യാനായിട്ട് നമുക്ക് കേക്ക് എപ്പോഴും ഒരു ടേൺ ടേബിളിൽ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയി കിട്ടും. നമ്മളിന്നിവിടെ ഒരു 2 ടയർ കേക്കാണ് ചെയ്യുന്നത്. ഒരു വലിയ കേക്ക് ബേസ് ആയിട്ട്, അതുപോലെ തന്നെ അതിന് പൊക്കത്ത് നമ്മൾ ഒരു ചെറിയ കേക്ക് ആണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എപ്പോഴും ചെറിയ ചെറിയ ലെയേഴ്സ് ആക്കിയിട്ട് നമുക്ക് അതിൽ ബട്ടർ ഐസിങ് ഇട്ട് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. കാരണം വലിയ ഒരു തിക്നെസ്സിൽ കേക്ക് നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം പല ലെയേഴ്സ് ആയിട്ട് അതിനിടയിൽ വീണ്ടും സ്വീറ്റ് ആയിട്ട് ബട്ടർ ഐസിങ് ഒക്കെ ഫില്ല് ചെയ്തിട്ടായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് അപ്പോൾ നമുക്കിതൊരു ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ചെറിയ ലെയേഴ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നേരത്തെ തന്നെ ബട്ടർ ഐസിങ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിത് ഈ ക്രം കോട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഈ കേക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഒരു ചെറിയ കോട്ടിങ് കൊടുത്തു. ഇനി ഇതിന് പുറത്തേക്ക് വേണം നമുക്ക് വീണ്ടും പൈപ്പിംഗ് ബാഗിൽ വീണ്ടും ഈ ബട്ടർ ഐസിങ് ഇട്ടിട്ട് നല്ല ഡിസൈൻ ചെയ്യാൻ. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ധാരാളം വെറൈറ്റി ആയിട്ടുള്ള നോസിൽസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ നോസിൽസ്, സ്റ്റാർ നോസിൽ, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതാണെന്നുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് നല്ല ഡിസൈൻസ് പൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബട്ടർ ഐസിങ് തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട് അതിൽ നമ്മൾ സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്യുന്നത്. ചുറ്റും ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബട്ടർ ഐസിങ് ഇതിലേക്ക് ഇട്ടത് പൈപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ബട്ടർ ഐസിങ്ങിൽ വേണമെങ്കിൽ കളർ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കളർഫുൾ ആയിട്ടുള്ള ബട്ടർ ഐസിങ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ ഐസിങ്ങിൽ ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ടിത് ടൈറ്റാക്കി നമുക്ക് വേണം പൈപ്പ് ചെയ്യാൻ. നമ്മൾ ഐസിങ് ചെയ്ത് തീരാറായിട്ടുണ്ട്. ബട്ടർ ഐസിങ് ഈ കേക്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കേക്ക് ഡിസൈൻ ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ സൂക്ഷ്മമായിട്ട് ചെയ്യണം എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ബട്ടർ ഐസിങ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അതെ, അതിൻ്റെ കളർ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഒരുപാട് കളേഴ്സ് നമ്മളൊരു കേക്കിൽ ആഡ് ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ കളേഴ്സ് വരുംതോറും ഒരു കേക്കിൻ്റെ ഭംഗി പോകും. അപ്പോൾ കളർ കോമ്പിനേഷൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ലൈറ്റ് കളർ ആണെങ്കിൽ നമ്മൾ ബട്ടർ ഐസിങ് യൂസ് ചെയ്യുന്നെങ്കിൽ ഡാർക്ക് കളേഴ്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അതിൽ വെച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമാക്കാം. അപ്പോൾ ഇപ്പോൾ ഈ കേക്ക് സെർവ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്.